ഹായ് ഗൈസ്, ഇന്ന് നമ്മളൊരു ഓംലെറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓംലെറ്റാണ്. ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വലിയ സവാളയും 2-3 പച്ചമുളകും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഒരു 3 മുട്ട ആണ് ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഉള്ളി പച്ചമുളകും ഇട്ടതിന് ശേഷം അല്പം കുരുമുളക് പൊടി വിതറുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലപോലെ അത് ഇളക്കിയതിന് ശേഷം ഒരു പാൻ ചൂടാവാൻ വെക്കുകയാണ് നമ്മൾ. പാൻ ഒന്ന് നല്ലപോലെ ചൂടായി വരണം. അതിനുശേഷം മാത്രമേ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം ഒഴിക്കാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഇത് നന്നായിട്ടൊന്ന് ചുഴറ്റി കൊടുക്കുക. ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിനകത്തേക്ക് അല്പം ഉപ്പ് കൂടെ ഇടണം. കൂടെ 2 തണ്ട് ലീഫ് കൂടെ നമ്മൾ അതിനകത്ത് ഇടുന്നുണ്ട്. ദെൻ നല്ലപോലെ ഇളക്കുക. എത്രത്തോളം നമുക്ക് ഈ മിശ്രിതം മിക്സ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മളത് ഇളക്കി റെഡി സെറ്റാക്കി വെക്കേണ്ടതുണ്ട്. ശേഷം കുറച്ച് ഉപ്പ് കൂടെ നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. നമ്മുടെ പാൻ ഏകദേശം ചൂടായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, യെസ്, ഇത്രയും മതി. നമ്മൾ ഇനി അത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ ഗ്ലാസ് ടോപ്പ് എടുത്തിട്ട് ഒന്നത് മൂടി വയ്ക്കുക. 1 മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. ശേഷം നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ഓംലെറ്റ് ഏകദേശം റെഡിയായി വന്നിരിക്കുകയാണ്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, യെസ്, നമ്മളിത് തിരിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂട് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ ഓംലെറ്റ് റെഡി ആയിരിക്കും. നോക്കാം. ഓക്കെ, നമ്മുടെ ഓംലെറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിത് എന്ത് ചെയ്യാം, ഒന്ന് പാത്രത്തിലേക്ക് മാറ്റാം. യെസ്, നമ്മുടെ ഓംലെറ്റ് റെഡി.